ഇന്ന് സംസ്ഥാനത്തെ മഴക്കെടുതി ഇന്ന് ചേരുന്ന മന്ത്രിസഭാ യോഗം വിലയിരുത്തും. പല ജില്ലകളിലും ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ സ്വീകരിക്കേണ്ട മുൻകരുതലുകളും ചർച്ചയാവുകയാണ്. ആറന്മുള ഉൾപ്പെടെ ഉള്ള ദുരന്ത ബാധിത മേഖലകളെയൊക്കെ സഹായിക്കാൻ പ്രത്യേക പാക്കേജ് മന്ത്രിസഭാ യോഗം പ്രഖ്യാപിച്ചേക്കും. ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങളുമായി വി അരുണാണ് നമ്മളുമായി ചേരുന്നത്. ചേട്ടാ, ഈ ദുരന്ത ബാധിത മേഖലകളുമൊക്കെ ആയിട്ടുള്ള ബന്ധപ്പെട്ടിട്ട് മന്ത്രിസഭാ യോഗം ഇന്ന് സംസ്ഥാനത്ത് ചേരുകയാണ്. തീർച്ചയായും ദുരിതത്തിൽ പെട്ടിട്ടുള്ള നമ്മുടെ കേരളത്തിലുള്ള ആൾക്കാരെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രതീക്ഷയാണുള്ളത്. എന്തൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൂടുതൽ വിശദാംശങ്ങൾ ചേട്ടാ? സറ, ഇന്നലെ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ദുരന്തബാധിത മേഖല ആറന്മുളയിലും മറ്റുമുള്ള ദുരിതബാധിത മേഖലകൾ സന്ദർശിച്ചിരുന്നു. അവിടുത്തെ യഥാർത്ഥ ചിത്രം അദ്ദേഹത്തിന് മനസ്സിലായിട്ടുണ്ട്. എന്താണ് അവിടെ സംഭവിക്കുന്നത്? ഇപ്പോഴും പൂർണ്ണമായും ആശങ്ക അകലാത്ത പ്രദേശങ്ങൾ കൂടിയാണത്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അദ്ദേഹം യോഗത്തിൽ വിശദീകരിക്കും. ഉദ്യോഗസ്ഥരുടെ ബ്രീഫിംഗും നേരത്തെ മുഖ്യമന്ത്രിക്ക് ലഭിച്ചിട്ടുണ്ട്. കൃത്യമായ വിവരങ്ങൾ ഉദ്യോഗസ്ഥരിൽ നിന്ന് മുഖ്യമന്ത്രിക്ക് ലഭിച്ചിട്ടുണ്ട്. റവന്യൂ മന്ത്രി അടക്കമുള്ളവർ കഴിഞ്ഞ ദിവസം ഈ ആറന്മുളയിൽ പോയിരുന്നു. ആ ജില്ലയുടെ ചുമതലയുള്ള മന്ത്രിയും അവിടെ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരുന്നു. അവരെല്ലാം ഇന്നത്തെ കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യും. അതിനുശേഷം ആറന്മുളയും ഈരാറ്റുപേട്ടയും പാലയും ഒക്കെ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ഈ മഴക്കാലത്ത് പ്രളയത്തിന് തുല്യമായ ഈ പേമാരി നാശമുണ്ടാക്കിയ സ്ഥലങ്ങളിൽ എന്തൊക്കെ സഹായം ചെയ്യാൻ പറ്റും, ഈ പ്രദേശങ്ങൾക്ക് വേണ്ടി പ്രത്യേക പാക്കേജ് ആ രീതിയിലുള്ള തീരുമാനം ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിൽ ഉണ്ടാകും. രാവിലെ 9 മണിക്കാണ് മന്ത്രിസഭാ യോഗം ചേരുന്നത്. നേരത്തെ ക്യാമ്പുകളിൽ നിന്ന് വീടുകളിലേക്ക് എത്തുന്നവർക്ക് 10,000 രൂപ ധനസഹായം നൽകാൻ സർക്കാർ തീരുമാനിച്ചിരുന്നു. അവർക്ക് റേഷൻ അടക്കമുള്ള മറ്റ് ആനുകൂല്യങ്ങൾ, അതുപോലെ തന്നെ മരിച്ചവർക്കുള്ള അവരുടെ കുടുംബാംഗങ്ങൾക്കുള്ള സാമ്പത്തിക സഹായം, മരിച്ചവർക്കുടെ സംസ്കാരത്തിന് വേണ്ടിയുള്ള സഹായം തുടങ്ങി 25 മരണങ്ങളാണ് ഇതുവരെ ഔദ്യോഗിക കണക്കുകളിൽ ഉള്ളത്. ഇന്നലെ വൈകുന്നേരം വന്ന കണക്കുകൾ പ്രകാരം 25 മരണം ഈ ദുരിതപ്പെയ്ത്തിൽ ഉണ്ടായിട്ടുണ്ട്. ആ കുടുംബങ്ങൾക്കുള്ള സഹായമുണ്ട്. ഇനി ആളുകളെ കണ്ടെത്താനുണ്ട്. അതിനുള്ള നടപടികൾ ഊർജിതമാക്കാനുള്ള തീരുമാനമുണ്ടാകും. കൃഷിനാശം, വലിയ രീതിയിൽ കൃഷിനാശം ഉണ്ടായിട്ടുണ്ട് ഈ മഴയിൽ. അതുകൊണ്ട് തന്നെ കൃഷിനാശത്തിനുള്ള സാമ്പത്തിക സഹായം വർദ്ധിപ്പിക്കുമെന്ന് നേരത്തെ മുഖ്യമന്ത്രി കഴിഞ്ഞ യോഗത്തിന് ശേഷം, തിങ്കളാഴ്ച ചേർന്ന യോഗത്തിന് ശേഷം പ്രഖ്യാപിച്ചിരുന്നു. അത് എത്ര വേണമെന്ന് ഇന്നത്തെ മന്ത്രിസഭാ യോഗം തീരുമാനിക്കും. അങ്ങനെ ഈ ദുരിതപ്പെയ്ത്തുമായി ബന്ധപ്പെട്ടുള്ള ഈ പ്രളയ സമാനമായ ഈ സാഹചര്യം സംസ്ഥാനത്ത് ഇപ്പോഴും ആശങ്ക തുടരുന്നു. എത്ര ദിവസം നമ്മൾ അങ്ങനെ 5, 6, 7 തീയതികളിൽ കൂടി അതിശക്തമായ മഴയാണ് നേരത്തെ പ്രവചിക്കപ്പെട്ടത്. ഇപ്പോഴും പലയിടങ്ങളിലും അലർട്ടൊക്കെ ശക്തമായ മഴ ഉണ്ടാകുന്ന സൂചനകൾ തന്നെയാണ് പുറത്തു വരുന്നത്. ഏറ്റവും ഒടുവിൽ പുറത്തു വന്ന ദുരന്തനിവാരണ അതോറിറ്റി പുറത്തിറക്കിയ അലർട്ടിലും ശക്തമായ മഴയുണ്ടാകുമെന്ന സൂചനകൾ തന്നെയാണ് ഉള്ളത്. ഇപ്രകാരമാണ് അതിൽ പറയുന്നത്. അടുത്ത 3 മണിക്കൂർ കേരളത്തിൽ ആലപ്പുഴ, കോട്ടയത്ത് റെഡ് അലർട്ടാണ്. ആലപ്പുഴയിൽ കോട്ടയം ജില്ലയിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു മുന്നറിയിപ്പ്. കൊല്ലം, പത്തനംതിട്ട, ഇടുക്കി, എറണാകുളം ഈ 4 സ്ഥലങ്ങളിൽ ഓറഞ്ച് അലർട്ടാണ്. ഇങ്ങനെ എല്ലായിടങ്ങളിലും അതിശക്തമായ മഴ. ഏതാണ്ട് പകുതിയോളം ജില്ലകളിൽ ഇപ്പോഴും ശക്തമായ മഴയ്ക്കുള്ള മുന്നറിയിപ്പുകൾ തന്നെയാണ്. ഈ അവസാന നിമിഷവും 7:29 വന്ന മുന്നറിയിപ്പാണിത്. അത് തുടർന്ന സാഹചര്യത്തിൽ എങ്ങനെ ഇത് പ്രശ്നങ്ങൾ ഇല്ലാതെ മുന്നോട്ട് പോകാം, ജനങ്ങൾ എത്രത്തോളം പലരെയും മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. നിരവധി ക്യാമ്പുകൾ ഇപ്പോഴും തുറന്ന് പ്രവർത്തിക്കുന്നുണ്ട്. അത്തരം കാര്യങ്ങളൊക്കെ മന്ത്രിസഭാ യോഗത്തിൻ്റെ പരിഗണനയ്ക്ക് വരും. ഇവർക്ക് നൽകാൻ സഹായങ്ങളും തുടർ പ്രവർത്തനങ്ങളും മന്ത്രിസഭാ യോഗം ചർച്ച ചെയ്യും. 6, 7 തീയതികൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ശക്തമായ മഴ ഉണ്ടാകുമെന്ന മുന്നറിയിപ്പ്. ഇന്ന് വൈകുന്നേരത്തോടുകൂടി അതിൻ്റെ മുന്നറിയിപ്പ് ഒരുപക്ഷെ മാറ്റം വന്നേക്കാം. അത് മഴ കുറയുകയാണെങ്കിൽ അത് ആശ്വാസമാണ്. അല്ലെങ്കിൽ അവിടെ ഏതെല്ലാം രീതിയിൽ ജനങ്ങൾക്ക് ആശ്വാസം പകരുന്ന നടപടികൾ സ്വീകരിക്കാമെന്ന കാര്യമാകും മന്ത്രിസഭാ യോഗം പ്രധാനമായും ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. ശരി ചേട്ടാ, വി അരുണാണ് നമ്മളുമായി വിശദാംശങ്ങളുമായി ചേർന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.